രാജ്യത്തെ വലിയ രീതിയിൽ അങ്ങ് ഇളക്കി മറിച്ച ഒരു ജൻസി പ്രക്ഷോഭത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്രമുഖ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജൻസി തലമുറയുടെ വോട്ടുകൾ അല്ലെങ്കിൽ ജൻസി തലമുറയുടെ പ്രീതി എങ്ങനെ കയ്യിലാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ യുവാക്കളിലേക്ക് കൂടുതൽ എത്തുക, യുവതലമുറയിലേക്ക് നേരിട്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഭാഗമായി യുവാക്കളിലേക്ക് നേരിട്ട് സംവദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയിൽ സംവദിക്കും. രാജ്യത്തെ യുവാക്കളുമായി ഓൺലൈനായിട്ടായിരിക്കും മോദിയുടെ സംവാദം. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ 1500-ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ യുവാക്കളെ കൂടുതലായി ആകർഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം പ്രധാനമന്ത്രി യുവാക്കളുമായി നേരിട്ട് സംവദിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു സംവാദം? ഓൺലൈനായിട്ടായിരിക്കുമോ അതോ അദ്ദേഹം നേരിട്ടെത്തിയിട്ടായിരിക്കുമോ സംവാദം നടക്കുക? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? CJP രൂപീകരണവും അതോടൊപ്പം തന്നെ അതിനുശേഷം ഉണ്ടായ സമരങ്ങളുമെല്ലാം വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് നാം കാണുന്നത്. അതിനുശേഷം പ്രത്യേകിച്ച് മന്ത്രിസഭ ചേരുമ്പോൾ പലതവണയും യുവാക്കളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് അനുകൂലമാക്കി മാറ്റണം, അതിൻ്റെ ശ്രമങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെ നടത്തണം. അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കേന്ദ്രമന്ത്രിമാർ സജീവമാകണമെന്ന് നരേന്ദ്രമോദി പലതവണ ആവർത്തിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് ഈ കേന്ദ്ര സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സംഭവത്തിന് പിന്നാലെയാണ്, ഈ CJP സമരത്തിന് പിന്നാലെയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇന്ന് കായിക ദിനമാണ്. ഈ ദേശീയ കായിക ദിനത്തിൻ്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ പരിപാടി സംഘടിപ്പിക്കുകയും ആ ഖേലോ ഇന്ത്യ പരിപാടിയുമായി ബന്ധപ്പെട്ട 1500-ലധികം കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ ഖേലോ ഇന്ത്യ ഡയലോഗ് എന്ന ഈ വെർച്വൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 1500 കേന്ദ്രങ്ങളിലും നരേന്ദ്രമോദി വെർച്വലായി യുവാക്കളുമായി സംവദിക്കും. പ്രത്യേകിച്ച് ഈ ജെൻ ആൽഫയും അതോടൊപ്പം തന്നെ ജെൻസിയുമായ കുട്ടികളാണ് ഈ പരിപാടിയിൽ പ്രധാനമായി തന്നെ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ത്യയിലുടനീളം 1500 കേന്ദ്രങ്ങൾ പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പരിപാടി എത്തുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക, കേന്ദ്ര സർക്കാരിന് അനുകൂലമാക്കി മാറ്റുക, ഒരു നരേന്ദ്രമോദിയോട് ആശയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സംവാദമായിരിക്കും ഇതിലുണ്ടാവുക. പ്രത്യേകിച്ച് 2036-ലെ ഒളിമ്പിക്സ് ലക്ഷ്യമിട്ടാണ് ഈ ചർച്ച സംഘടിപ്പിച്ചതെങ്കിലും ഈ മുഖം മിനുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖം മിനുക്കാനുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. 2036 ഒളിമ്പിക്സിൽ ഇന്ത്യ വേദിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തയ്യാറെടുപ്പെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു കായിക താരങ്ങളെ വളർത്തിയെടുക്കുക, യുവാക്കളെ വളർത്തിയെടുക്കുക, കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം അതോടൊപ്പം തന്നെ പരിശീലനവും നൽകുക, അതിനെക്കുറിച്ചുള്ള പുതിയ തരം ആശയങ്ങളും അതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ചെല്ലാമായിരിക്കും ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകാനുള്ള സാധ്യത. എന്തായാലും ഇന്ത്യയിലുടനീളം ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 1500 കേന്ദ്രങ്ങളിലും ഈ ജൻസിയെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം കുറച്ച് നാളുകളായി തന്നെ പരിശോധിച്ചാൽ അറിയാം, ജൻസി കേന്ദ്ര സർക്കാരുമായി അകലുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് മുൻപ് തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗങ്ങളിൽ ജൻസിയെ തങ്ങളോടൊപ്പം അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങുന്നതാണ് കാണുന്നത്. എന്തായാലും 1500-ഓളം കേന്ദ്രങ്ങളിലാണ് ഇന്ന് 10:30 തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഈ യുവാക്കളും അതോടൊപ്പം തന്നെ മുതിർന്ന കായിക താരങ്ങളും പങ്കെടുക്കും. PT ഉഷ അടക്കമുള്ള, അതോടൊപ്പം തന്നെ അഞ്ജു ബോബി ജോർജ് അടക്കമുള്ള മലയാളി താരങ്ങളും ഇതിൻ്റെ ഭാഗമായി മാറും. വിവിധ ഇടങ്ങളിൽ ഈ കായിക താരങ്ങളെ മുൻനിർത്തിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി വരുന്ന ഒളിമ്പിക്സുകളും അതോടൊപ്പം തന്നെ കായിക മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക, ആരോഗ്യപരമായ ഒരു യുവത്വത്തെ വളർത്തിയെടുത്ത് 2036 ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള ആ ഒളിമ്പിക്സിൽ കൂടുതൽ മെഡലുകൾ നേടി ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമാക്കണമെന്നാണ് ഇപ്പോൾ ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കായിക മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു പരിപാടി തന്നെ, യുവാക്കളെ ലക്ഷ്യമിട്ട് വലിയൊരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത്.
സുജിത്ത്, എന്തായാലും ഈ പറഞ്ഞതുപോലെ ജൻസികളെ കൂടുതൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പരിപാടി അത് വിർച്വലായി നടത്തുന്നു എന്നത് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അതായത് യുവാക്കളോട് സംവദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് ഓൺലൈനായിട്ടാണ് എന്നുള്ളത് ഒരേ സമയം ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കൂടുതൽ യുവാക്കളെ, കൂടുതൽ ജൻസികളെ ആകർഷിക്കുക എന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തെ യുവാക്കളെ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കുക എന്നത് എന്തായാലും ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് ഓൺലൈനായി അല്ലെങ്കിൽ അത് വിർച്വലായി നടത്തുമ്പോൾ അത് എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.